വിശുദ്ധ ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സൈലന്റ് റോസ് കുടുംബത്തിലെ എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹവന്ദനം. ഭീരുത്വത്തിന്റെ ആത്മാവിനെ അല്ല, ശക്തിയുടെയും ധൈര്യത്തിന്റെയും ആത്മനിയന്ത്രണത്തിന്റെയും ആത്മാവിനെയാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് എന്ന് തിമോത്തിയോസിന് എഴുതിയ ലേഖനത്തിൽ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. ജീവിതത്തിൽ എപ്പോഴും തോറ്റുപോകുമെന്നും എന്തെങ്കിലും ഒരു തോൽവി സംഭവിക്കുമ്പോൾ എനിക്കെപ്പോഴും ഇങ്ങനെയാണെന്നും എനിക്കിതൊക്കെ സംഭവിക്കുകയുള്ളെന്നും ആവർത്തിച്ച് പറയുന്ന ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്. സാധാരണ മനുഷ്യരുമായി താരതമ്യപ്പെടുത്തിയാൽ ജീവിതത്തിൽ ഒരുപാട് സൗഭാഗ്യങ്ങൾ ലഭിച്ചിട്ടുള്ള മക്കളാണ് അവര്. എന്നിട്ടും തൻ്റെ മടി കൊണ്ടോ തൻ്റെ കഴിവുകേട് കൊണ്ടോ തൻ്റെ കഠിനാധ്വാനത്തിൻ്റെ കുറവ് കൊണ്ടോ ഉണ്ടാകുന്ന തോൽവികളെയൊക്കെ ഇതെൻ്റെ വിധിയാണെന്ന് കരുതി സങ്കടപ്പെട്ട് ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന ധാരാളം യുവജനങ്ങളെ കാണുന്നുണ്ട്. ദൈവം ഭീരുത്വത്തിൻ്റെ ആത്മാവിനെ അല്ല നമുക്ക് നൽകിയിരിക്കുന്നത്, ധൈര്യത്തിൻ്റെയും ശക്തിയുടെയും ആത്മനിയന്ത്രണത്തിൻ്റെയും ആത്മാവിനെയാണെന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എപ്പോഴും ഉത്സാഹത്തോടെ ഇരിക്കുവാനും ഈശോയുടെ കാരുണ്യത്തിൽ ആശ്രയിച്ചുകൊണ്ട് ജീവിതത്തിലെ ഓരോ പ്രതിസന്ധികളെയും നേരിടാനും അവിടുന്ന് നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ പ്രഭാതത്തില് തമ്പുരാന്റെ തിരുസന്നിധിയിൽ അവിടുത്തെ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് ഒരു നിമിഷം നമുക്ക് ഇരിക്കാം. നമ്മുടെ ജീവിതത്തിലുള്ള ജീവിതശൈലി രോഗങ്ങളെ, നമ്മുടെ ജീവിതത്തിലുള്ള നേട്ടങ്ങളെയും കോട്ടങ്ങളെയും ഒക്കെ അവിടുത്തെ തിരുസന്നിധാനത്തിനരികെ നമുക്ക് കൊടുക്കാം. കർത്താവേ, നീ എന്നെ കഴുകുക, അപ്പോൾ ഞാൻ ശുദ്ധിയുള്ളവനാകും. എൻ്റെ ജീവിതത്തിലേക്ക് ഒന്ന് ഇറങ്ങി വന്ന് എൻ്റെ ജീവിതത്തെ ഒന്ന് അടുക്കിപ്പെറുക്കി വെച്ച് എന്നെ ഒന്ന് കഴുകുക, ഞാനൊന്ന് ശുദ്ധനാകട്ടെ. നാഥ, ഈ ഒരു ദിവസം ഈ ഭൂമിയിലായിരിക്കാൻ നീ എന്നെ അനുവദിക്കുമ്പോൾ ഞാൻ ശക്തിയും ധീരതയും ആത്മനിയന്ത്രണവും പ്രകടിപ്പിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നുണ്ട്. മറ്റുള്ളവരോട് എതിർക്കുന്നതോ മറ്റുള്ളവരെ എതിർത്ത് തോൽപ്പിക്കുന്നതോ അല്ല ശക്തിയെന്നും, തന്നേക്കാൾ താഴ്ന്നവരോട് ബഹളം വെച്ച് അവരെ അടക്കുന്നതല്ല ധീരതയെന്നും അവിടുന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് ആത്മനിയന്ത്രണത്തോടുകൂടി തോൽവികളെ അഭിമുഖീകരിക്കുന്നതും സങ്കടങ്ങളെ നേരിടുന്നതും ജീവിതത്തെ നിയന്ത്രിക്കുന്നതുമാണ് എന്ന് ഞങ്ങൾ അറിയുന്നു. ഈശോയെ, ഈ ഒരു ദിവസത്തെ അങ്ങയുടെ സമാധാനത്തിൻ്റെ തികവിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ വീക്ഷിക്കുവാനും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്നും അഹിതമായതൊന്നും ഞങ്ങൾക്ക് തരികയില്ലെന്നും ആത്മാവിൽ വിശ്വസിക്കുവാനുമുള്ള കൃപാവരം അവിടുന്ന് ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ.